الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഇവിടെ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ചാൽ അയാൾ സ്വന്തമായി സ്വീകരിക്കേണ്ട ആരോഗ്യ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് അയാൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പറയുക കോവിഡ് ബാധിച്ചു എന്നുള്ളത് അറിയുന്നത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു സംശയം, രോഗത്തിന് സംശയമുണ്ടെങ്കിൽ നമ്മൾ ദിശ നമ്പറിൽ 1056 എന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞ് നമ്മുടെ രോഗവിവരങ്ങൾ പറയുമ്പം അത് കേട്ടതിന് ശേഷം അവരൊരു തീരുമാനം പറയും. ഒരുപക്ഷെ നിങ്ങളുടെ സ്രവങ്ങൾ പരിശോധിക്കുന്നതിനെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അവർ കൊടുത്തുവിടുന്ന വാഹനത്തിൽ നിങ്ങൾക്ക് പോയി ആശുപത്രിയിൽ പോയിട്ട് നിങ്ങളുടെ സ്രവങ്ങൾ പരിശോധിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അതെടുത്തതിന് ശേഷം നിങ്ങളെ റിസൾട്ട് അറിയിക്കും. റിസൾട്ട് അറിഞ്ഞ് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. മിക്കവാറും നിങ്ങളെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അത് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലാകാം, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാകാം, അങ്ങനെയുള്ളിടത്തോട്ടായിരിക്കും നിങ്ങളെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ചികിത്സകൾ നടത്തുന്നത്. താങ്ക് യു. കോവിഡ് ബാധിച്ച വ്യക്തിയുടെ വീട്ടുകാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഒരു വീട്ടിൽ ഒരാൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ സുരക്ഷിതരായി ഇരിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സുരക്ഷിതരായിട്ടിരിക്കുമ്പം ആ വീട്ടിലുള്ളവർക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാൾ പോസിറ്റീവായി എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആ വീട്ടിലുള്ളവരുടെയും കൂടെ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പരിശോധനകൾ നടത്തി നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല. പരിശോധനകൾ നടത്തി പോസിറ്റീവ് ആണെങ്കിൽ അവരും നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വീട്ടിലെ ഒരു വ്യക്തി പോസിറ്റീവായാൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റാളുകൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലുള്ളവർ മറ്റുള്ളവരുമായിട്ട്, പുറത്തുള്ളവരുമായിട്ട് സമ്പർക്കം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ, ആരുടെയെങ്കിലും സഹായത്തിൽ വാങ്ങിക്കാം. പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുകയോ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാൻ പാടില്ല. മരണപ്പെട്ട വ്യക്തിയിൽ നിന്ന് കോവിഡ് പകരുമോ? മരിച്ച ഒരാളിൽ നിന്ന് കോവിഡ് പകരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മരിച്ച വ്യക്തിയുടെ ശരീരത്തിലെ സ്രവങ്ങളിൽ വൈറസുകൾ ഉണ്ടാകാം. ആ വൈറസ് നമുക്ക് പകരാതിരിക്കാനായിട്ടാണ് നമ്മൾ ആ മരിച്ച വ്യക്തിയെ കാണുകയോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ കഴുകുകയോ കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. കോവിഡ് വന്ന് മരിച്ച വ്യക്തിക്ക് ആശുപത്രിയിൽ തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ആ ബോഡിയെല്ലാം ക്ലീൻ ചെയ്ത് മൂക്ക്, വായ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അടച്ചതിന് ശേഷം പഞ്ഞി വെച്ച് അടച്ച സ്രവങ്ങൾ ഒരിക്കലും പുറത്തോട്ട് വരാത്ത രീതിയിൽ ആക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഒരു ഷീറ്റിൽ 2 ലെയർ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇട്ട് മടക്കി അത് കെട്ടി വെക്കും. അതിനുശേഷം വീണ്ടും അത് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബാഗിൽ, സിബുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഈ ബോഡി ഇറക്കി വെച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യും. ഇതിന് ശേഷമേ നമ്മൾ ബോഡി നിങ്ങൾക്ക് തരത്തുള്ളൂ. അപ്പോൾ തരുമ്പം തന്നെ ആ ബോഡി ആ പ്ലാസ്റ്റിക് കൂടിൻ്റെ പുറത്ത് മുഴുവൻ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ, ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുള്ള സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം തന്നെയാണ് ബോഡി തരുന്നത്. അത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെയായിരിക്കും ആ ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കണം. PPE കിറ്റെല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് ബോഡി
നിങ്ങൾക്ക് വിട്ടുതരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ സുരക്ഷിതമായ ഒരു ബോഡിയാണ്. ഒരു തരത്തിലും സ്രവങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് മുഖം കാണാൻ അത് ആ പ്ലാസ്റ്റിക് കൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ കൂടെ നിങ്ങൾക്ക് കാണാം. പക്ഷെ 1 മീറ്റർ അകലമെങ്കിലും പാലിച്ചിട്ട് മാത്രമേ ആ ബോഡിയുടെ അടുത്ത് നിൽക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ ബോഡി മറവ് ചെയ്യുന്നത് നമുക്ക് മിനിമം 6 അടി താഴ്ചയിൽ കുഴി കുഴിച്ചിട്ടായിരിക്കണം ബോഡി മറവ് ചെയ്യുന്നത്. ആ അന്ത്യകർമ്മങ്ങളെല്ലാം ഏത് ജാതിയിലും മതത്തിലുമുള്ള അന്ത്യകർമ്മങ്ങൾ മാറി അകലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വെള്ളം തളിക്കുകയോ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തൊട്ടടുത്തോട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ ബോഡി നിങ്ങൾക്ക് നേരിട്ട് ബന്ധം വരാതെ, കാരണം ആ മരിച്ച വ്യക്തിയുടെ സ്രവങ്ങൾ എന്തെങ്കിലും പുറത്തുണ്ടെങ്കിൽ അതിൽ കൂടെ രോഗാണുക്കൾ പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉമ്മ വെക്കുകയോ തൊടുകയോ കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. ഗവൺമെൻറ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. തൻ്റെ അയൽവാസികൾക്കോ നാട്ടുകാർക്കോ കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ അയൽവാസികൾക്ക് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള മറ്റാർക്കെങ്കിലും ഈ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. അതാണ് നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അവരും മനുഷ്യരാണ്, അവർക്കും വികാരങ്ങളുണ്ട്. അവരെ ഒരു കുറ്റവാളിയെപ്പോലെ നോക്കിക്കാണരുത്. അവർ ഒറ്റപ്പെട്ട് താമസിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം, വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, ഇമെയിൽ അയക്കാം. പക്ഷേ അവരുമായിട്ട് നേരിട്ട് സമ്പർക്കം ഉണ്ടാകരുത്. അയൽ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർ പുറത്തോട്ടിറങ്ങരുതെന്ന് പ്രത്യേകം പറയുക. വീടിനുള്ളിൽ തന്നെ അവർ കഴിയുക. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സഹായം അവിടെ എത്തിച്ചു കൊടുക്കുക. ഗവൺമെൻറ് എന്നുള്ള ആളുകൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്ത ചോദ്യം, COVID-19 വീട്ടിൽ തന്നെ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? COVID-19 എന്ന് പറയുന്ന ഒരു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് വീടുകളിൽ വെച്ച് ചികിത്സിക്കാനായിട്ട് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് വീടുകളിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഒരു കൂട്ടത്തിൽ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുമ്പം, കാറ്റഗറി എ എന്ന് പറയുന്ന ലക്ഷണങ്ങളില്ലാത്ത രോഗികൾക്ക് അവരവരുടെ വീടുകളിൽ ചികിത്സ നടത്താവുന്നതാണ്. പക്ഷേ ആരോഗ്യരംഗത്തുള്ള ആരെങ്കിലും ആ വീട്ടിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശം നൽകാനോ ഉണ്ടെങ്കിൽ അത് ഓക്കെ. പക്ഷെ നമുക്ക് സൗകര്യങ്ങളില്ലാത്ത പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും ആ വീട്ടിൽ നിന്നും പുറത്തു പോകാനോ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനോ പാടില്ല. പോസിറ്റീവായിട്ടുള്ള ആൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ ആളുകളും വളരെ കെയർഫുൾ ആയിരിക്കണം. ഇയാൾക്ക് ഒരു മുറി കൊടുത്തു കഴിഞ്ഞാൽ ആ മുറി ടോയ്ലറ്റ് സൗകര്യമുള്ളതായിരിക്കണം. അവിടെ നിന്ന് ഒരു കാരണവശാലും പുറത്തോട്ടിറങ്ങാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സൗകര്യം ഇല്ലാത്ത പക്ഷം അവരെയും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതാണ്. സാധാരണഗതിയിൽ ചെറിയ ഒരു വീട്ടിൽ അറ്റാച്ച് ബാത്റൂം ഒന്നും ഇല്ലാത്തിടത്ത് താമസിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറുന്നതായിരിക്കും നല്ലത്. പതിറ്റാണ്ടുകളായി എയ്ഡ്സ് പോലുള്ള പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്തിയിട്ടില്ല. കാരണം എന്താണ്? ചില രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ നമ്മൾ COVID-19 എന്ന് പറയുന്ന രോഗം പുതിയൊരു രോഗമാണ്. 6 മാസം ആയിട്ടുള്ള ആ രോഗത്തെക്കുറിച്ച് നമ്മളും കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊരു വാക്സിൻ കണ്ടെത്താനും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ കണ്ടെത്താനും കുറച്ച് സമയം കൂടെ ചിലപ്പോൾ എടുത്തേക്കും. മരുന്നിന് രോഗിക്ക് ചികിത്സ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. രോഗിക്ക് ചികിത്സയുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താനും പറ്റുന്ന ഒരു രോഗമാണ്. എന്നാൽ അതിന് വാക്സിൻ ഒക്കെ ഇറങ്ങാനായിട്ട് ചിലപ്പം കുറേ മാസങ്ങളും കൂടെ വേണ്ടി വന്നേക്കും. ആ മാസങ്ങൾ നമ്മൾ കാത്തിരിക്കണം. അതുവരെ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രികളിലും മറ്റ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി കാണുന്നു. അടിസ്ഥാനപരമായി മാനസിക പ്രശ്നങ്ങളാണോ ശാരീരിക രോഗങ്ങൾ കാണും?
ആശുപത്രിയിലെ രോഗികളുടെ എണ്ണം തീർച്ചയായിട്ടും ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ചികിത്സ എടുക്കാനും മടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഒന്ന്, നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ആശുപത്രിയിൽ പോകാവുള്ളൂ. അവർ പറയുന്ന കൃത്യമായ സമയത്ത് നിങ്ങൾ അവിടെ എത്തുക. കഴിയുന്നിടത്തോളം ഏറ്റവും കുറഞ്ഞ സമയം നിങ്ങൾ ആശുപത്രിയിൽ ചിലവാക്കുകയേ പാടുള്ളൂ. പണത്തിൻ്റെ ഇടപാടുകൾ കഴിയുന്നിടത്തോളം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുക. ഡോക്ടറോട് കാര്യങ്ങൾ മിനിമം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചുറപ്പിച്ചു വെച്ച കാര്യങ്ങൾ പറയുക. അകലം പാലിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടറെ കാണാനും ചികിത്സിക്കാനുമായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, മാനസികമായ സംഘർഷങ്ങളുള്ള ഒത്തിരി ആളുകൾ ഈ സമയത്ത് ഉണ്ട്. പ്രത്യേകിച്ചും ഈ 60 വയസ്സിന് മുകളിലുള്ളവർ ഒരു കാരണവശാലും വീടിൻ്റെ പുറത്തിറങ്ങരുതെന്നാണ് നമ്മളെല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാവരും വീടുകളിൽ തന്നെ കഴിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ട് പോലും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പരിഗണന നമ്മൾ നൽകേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും നൽകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പരിഗണന എന്ന് പറയുമ്പോൾ വീടുകളിൽ ഇരിക്കുന്നവരെ നമ്മൾ ഒന്ന് സന്ദർശിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അകലങ്ങൾ പാലിക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ മാനസികമായിട്ട് അകലം പാലിക്കരുത്. നമ്മൾ അവരോട് അടുത്ത് തന്നെ പെരുമാറുക. മനസ്സുകൊണ്ട് അവരെ ഫോൺ വിളിക്കുക, വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയയ്ക്കുക, ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കുക. ഇതെല്ലാം ഈ അവസരത്തിൽ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം ധാരാളം ആത്മഹത്യകൾ നടക്കുന്നു. ആത്മഹത്യകളുടെ നിരക്ക് കൂടുതലാണ്. ഡോക്ടർമാരുടെ ഇടയിൽ പോലും ഈ കോവിഡ് സംബന്ധിച്ച് ഇന്ത്യയിൽ 2 മരണങ്ങൾ ആത്മഹത്യ കൊണ്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും. അത് അതിൽ നിന്ന് നമ്മൾ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഒന്ന് ക്രമീകരിക്കണം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുക, പുസ്തകം വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം വായിക്കുക, TV-യിൽ പ്രോഗ്രാം കാണാൻ താല്പര്യമുള്ള ഒരു TV-യിൽ ഇത് കാണുക. മറ്റുള്ളവരോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഒന്ന് തുറന്ന് സംസാരിക്കുക. നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ അവരോടൊക്കെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയുക. ഒന്ന് ഷെയർ ചെയ്യുമ്പം നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഷമങ്ങൾ മനസ്സിലുള്ളവർ അത് മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ, ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്, ഇങ്ങനെ ഒരു റിനൈറ്റ് TV ഇങ്ങനെ ഒരു സംരംഭം എടുത്തതിന് ഞാൻ റിനൈറ്റ് TV അംഗങ്ങളെ എല്ലാവരെയും അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് കൂടുതൽ വിജ്ഞാനം പകർന്നു നൽകേണ്ട ഒരു സമയമാണ്. ഇതൊരു യുദ്ധമാണ്. നമ്മളെല്ലാവരും യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. യുദ്ധക്കളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ. അതിൻ്റെ തൊട്ട് പുറകിൽ ഭടന്മാരായിട്ടും പോലീസുകാരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ നമുക്ക് നിൽപ്പുണ്ട്, ജനപ്രതിനിധികളും എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ മുന്നണിയിൽ നിൽക്കുന്നവർ, അവരാണ് നമ്മുടെ മുന്നണി പോരാളി. അവർക്ക് തീർച്ചയായിട്ടും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ PPE കിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു കാണും. ആ ഉടുപ്പെല്ലാം ഇട്ടുകൊണ്ട് ഒരു 4 മണിക്കൂർ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം വേർത്ത് ഒലിച്ച് കുളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ ഒന്ന് മൂത്രം ഒഴിക്കാനോ പോലും പറ്റുകയില്ല. മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അഴിച്ചു വെച്ചിട്ട് വേണം. അഴിച്ചു വെച്ചാൽ ഈ ഉടുപ്പൊന്നും പിന്നെ ഇടാൻ പറ്റത്തില്ല. അപ്പം അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും രാവും പകലുമില്ലാതെ അവർ പണിയെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു മോറൽ സപ്പോർട്ട്, അവർക്ക് മനസ്സിന് കൂടുതൽ ബലം കിട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം നമ്മുടെ ഓരോരുത്തരിൽ നിന്നും കിട്ടേണ്ടത്. കാരണം ഈ യുദ്ധത്തിൽ നമ്മൾ നോക്കാൻ പാടില്ല. നമ്മൾ തോൽക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ ആരോഗ്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടിയും ജോലി ചെയ്യേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഈ യുദ്ധമുന്നണിയിൽ നമുക്ക് തോക്കോ വാളോ പരിചയമോ ബോംബോ ഒന്നുമില്ല. നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ അറിവ് വെച്ചുകൊണ്ടാണ്. അപ്പം നമ്മുടെ അറിവ്
നമ്മൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കണം. തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. ഇപ്പം നമ്മൾ ഈ ഇടയായിട്ടൊക്കെ പേപ്പറിലൊക്കെ വായിക്കുന്നത് തെറ്റിദ്ധാരണകൾ, ഈ ശവം ഇവിടെ അടക്കിയാൽ കുഴപ്പമുണ്ടോ, അതിൻ്റെ പുക മുകളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വൈറസ് എല്ലായിടത്തും വ്യാപിക്കും. ഇത് വെറും തെറ്റായ കാര്യമാണ്. ഒരു വൈറസിന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചുമയ്ക്കുകയോ തുപ്പുകയോ എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും സ്രവങ്ങൾ പുറത്തേക്ക് വരും. ആ സ്രവങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കണമെന്ന് പറയും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാസ്കാണ് നമ്മളെല്ലാവരും വെക്കണമെന്ന് പറയും. അത് സാധാരണ ആരോഗ്യമുള്ളവർക്കാണെങ്കിൽ കോട്ടൺ മാസ്ക് വെച്ചാൽ മതി. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെയുള്ള ഒരു മാസ്ക് ആണെങ്കിൽ അതിൻ്റെ ആ സ്ട്രിങ്ങിൽ പിടിച്ച്, ആ ചരടിൽ പിടിച്ച് വലിച്ചു വെച്ചിട്ട് മൂക്കും വായും അടയുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വെക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫായി. പിന്നീട് നമ്മൾ ഈ ഭാഗത്തെങ്ങും തൊടാൻ പാടില്ല. അതുപോലെ തന്നെ ഇനി നമ്മുടെ ആവശ്യം കഴിഞ്ഞു, നമ്മളൊരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഊരി മാറ്റണമെങ്കിൽ ഈ സ്ട്രിങ്ങിൽ പിടിച്ചുകൊണ്ട് തന്നെ വേണം ഇതിങ്ങനെ എടുക്കാൻ. ഇതിങ്ങനെ എടുത്താൽ ഇതിങ്ങനെ തുറന്നു വെച്ചേക്കാൻ പാടില്ല, അത് അടയ്ക്കണം. ഇങ്ങനെ അടച്ചതിന് ശേഷം മടക്കി വേണം ഡിസ്പോസ് ചെയ്യാൻ. ഇത് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് തുണിയുടെ മാസ്ക് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഒരു മഗ്ഗിൽ സോപ്പ് ലായനി വെച്ചിട്ട് അതിലിട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കഴിയുമ്പം അത് കഴുകിയെടുത്ത് ഉണക്കി അയൺ ചെയ്ത് തേച്ചതിന് ശേഷം നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസ്ക് നമ്മൾ N95 മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക മാസ്ക് ഉണ്ട്. കാരണം രോഗികളുമായിട്ട് സമ്പർക്കം ഉള്ളവർക്ക്, രോഗികളുമായിട്ട് സമ്പർക്കം ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ സാധാരണ മാസ്ക്, തുണി മാസ്ക് നമുക്ക് ധാരാളം മതി. പിന്നെ മറ്റൊരു കാര്യം, ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള ധാരണയിൽ വേണം നമ്മൾ ഓരോരുത്തരോടും ഇടപഴകാനായിട്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയും ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ ധരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അകലങ്ങൾ പാലിക്കുക, ഒരു കാരണവശാലും അയാളെ സ്പർശിക്കാതിരിക്കുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുക. നമ്മൾ വണക്കം, നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പറയുന്ന പോലെ കൈ കൂപ്പി ചെയ്യുക. സാധിക്കുന്നിടത്തെല്ലാം സോപ്പും വെള്ളവും ഇപ്പോൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, അവിടെ കൈകൾ വൃത്തിയായിട്ട് കഴുകുക. ഒരു 20 സെക്കൻഡെങ്കിലും നമ്മൾ കൈകൾ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയോ എടുക്കുകയോ ചെയ്യാവൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ സാനിറ്റൈസർ ഇപ്പോൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ആ സാനിറ്റൈസറും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഉപയോഗിക്കുന്നത് നമുക്കിങ്ങനെ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൈവെള്ളയിൽ എടുക്കുക. കൈവെള്ളയിൽ എടുത്തതിന് ശേഷം നമ്മൾ കൈ നല്ലതായിട്ട് എല്ലാ വിരലും ക്ലീൻ ആകുന്നത് പോലെ നമ്മൾ തുടയ്ക്കണം. എല്ലാ വിരലിലും അത് പറ്റിയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സാനിറ്റൈസർ കൊണ്ട് പ്രയോജനമുള്ളൂ. അതിൻ്റെ ഉപയോഗവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയുമാണ് എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാഗത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇത്തവണ ഈ വലിയ പെരുന്നാൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾക്ക് ആചരിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇതേ വരെയുള്ള വർഷങ്ങളിൽ നമ്മൾ വലിയ പെരുന്നാൾ നടത്തിയതുപോലെ അല്ല ഈ വർഷം. തീർച്ചയായിട്ടും ഒത്തിരി നിയന്ത്രണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവിധ മംഗളാശംസകളും ഞാൻ നിങ്ങൾക്കായി നേരുന്നു. തീർച്ചയായിട്ടും ഈ യാഗം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു സാക്രിഫൈസ് ചെയ്യുകയാണ്, ഒരു യാഗം കഴിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. നമ്മൾ പലതും ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേരുക, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരെ കാണാനായിട്ട് പോവുക, ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്ന കാര്യം. അപ്പോൾ അതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത്?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജീവനാണ് ഏറ്റവും വലിയ വില. ഈ ലോകത്തിലെ എന്ത് സമ്പത്തുണ്ടായാലും നമ്മുടെ ജീവന് പകരം വെക്കാനായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം. അപ്പം നമ്മൾ ജീവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് കുറേ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഉണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ലോകത്തിലെ മൊത്തം കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഒരു വലിയ ശവപ്പറമ്പിൽ നമ്മൾ നിൽക്കുന്നത് പോലെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കണക്കുകൾ എടുത്താൽ ഇപ്പോൾ 70-ന് മുകളിലും മരണങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണിത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക. അത് ആരാധനാലയങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ കഴിയുന്നിടത്തോളം ആൾക്കൂട്ടം ഒഴിവാക്കുക, അകന്ന് തന്നെ നിൽക്കുക, എല്ലായിടത്തും ഒരു അകൽച്ച പാലിക്കുക. മനസ്സുകൊണ്ട് അകൽച്ച പാടില്ല, ശാരീരികമായിട്ടുള്ള അകൽച്ചയാണ്. ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാളിൽ നിന്നും അകന്ന് നിൽക്കുക. രണ്ടാമത്തെ കാര്യം, വ്യക്തി ശുചിത്വം. നമ്മളുടെ ശരീരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ ശരീരം സൂക്ഷിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിനെ നമ്മൾ സ്നേഹിക്കണം, അതിനെ അനുഗ്രഹിക്കണം. നമ്മുടെ ശരീരം നന്നായിരിക്കണേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ജീവന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും കുളിക്കുക, കൈകൾ വൃത്തിയായിട്ട് എപ്പോഴും കഴുകുക. അത് കൂടുതൽ സമയം എടുത്ത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കഴുകുക. ഒരു കാരണവശാലും കയ്യിൽ ഒരു അഴുക്ക് പുരണ്ടിരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കാതിരിക്കുക. നമ്മുടെ വ്യക്തി ശുചിത്വവും കൈകളുടെ ശുചിത്വവും ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളെല്ലാവരും ഈ ഫേസ് മാസ്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫേസ് മാസ്കിൻ്റെ പ്രയോജനം, നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി സ്രവങ്ങൾ പുറത്തേക്ക് വരും. നമുക്ക് പുറത്തേക്ക് വരുന്ന സ്രവങ്ങളെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് കൺട്രോളുണ്ട്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ വായിൽ നിന്നും തുപ്പലുകൾ തെറിച്ചു വീഴാറുണ്ട്. ഇപ്പം ഞാനിപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തീർച്ചയായിട്ടും കുറേ നേരം കഴിയുമ്പം ഈ മാസ്കിൻ്റെ ഈ ഭാഗം നനയും. അങ്ങനെ നനഞ്ഞു കഴിഞ്ഞത് അപ്പം ചീത്തയായി എന്നുള്ളതാണ് തുപ്പൽ. അപ്പം ഇതിനുള്ളിൽ എൻ്റെ സ്രവങ്ങൾ പുറത്തേക്ക് വരികയും ഈ മാസ്കിനുള്ളിൽ ആ സ്രവങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസ്ക് ചിലർ ഇറക്കി താടിയയിലോട്ട് വെക്കും, ചിലർ കഴുത്തേ വെക്കും. ഈ സ്രവങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും മാസ്ക് വെക്കേണ്ടതുപോലെ കൃത്യമായിട്ട് വെക്കുക. ഒരു കാരണവശാലും താടിയേലും കഴുത്തേലും അല്ല വെക്കേണ്ടത്. നമ്മുടെ മൂക്കിൻ്റെ 2 ദ്വാരങ്ങളും വായും അടഞ്ഞിരിക്കണം. ഇനി ഈ മാസ്ക് ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഗുണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നനഞ്ഞു അഴുക്കായി കഴിഞ്ഞു. അപ്പോൾ അത് മാറ്റി വേറൊരു മാസ്ക് എടുക്കണം. അപ്പോൾ തുണി മാസ്ക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ അത് പിന്നീട് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തിക്കും ഒരു കുറഞ്ഞത് 4-5 മാസ്കെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതണം. അപ്പോൾ ഒരെണ്ണം അഴുക്കായെങ്കിൽ അത് മാറ്റിയിട്ട് വേണം അടുത്തത് ഉപയോഗിക്കും. ഒരു കാരണവശാലും ഈ മാസ്ക് വഴിയിൽ വലിച്ചെറിയരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് രോഗാണുക്കൾ ഉള്ളതുകൊണ്ട്, ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് വഴിയിൽ വലിച്ചെറിയരുത്. ഇത് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകരുത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാം നമ്മൾ മറ്റുള്ളവർക്കും വേണ്ടിയും കൂടെ. അപ്പം നമ്മളിൽ കൂടെ ഈ രോഗം മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് വഴിയിലെങ്ങും വലിച്ച് എറിയാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് നമുക്ക് ഒത്തിരി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളെപ്പോലൊപ്പം നമ്മുടെ അയൽവാസികളെയും സ്നേഹിക്കണം, നമ്മുടെ സമൂഹത്തിനെ സ്നേഹിക്കണം, ഈ ലോകത്തെയും സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ഈ രോഗത്തിന് ഒരു വിടുതലുണ്ടാകത്തുള്ളൂ. ആ രോഗത്തിനെ നമുക്ക് അതിജീവിക്കണം. ഈ യുദ്ധത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മംഗളങ്ങളും നേരുന്നു. ഡോക്ടർ എബ്രഹാം വർഗീസ്, IMA സംസ്ഥാന പ്രസിഡന്റ്.
الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ റിനൈ ടി വി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. കോവിഡ് രോഗം എല്ലാ മേഖലകളിലും പുനർവിചിന്തനത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗവും അതേപോലെ തന്നെ ഈ മഹാമാരിയിൽ നിന്ന് ഒട്ടേറെ പാഠങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമുള്ള രോഗികളുടെ എണ്ണത്തിൽ വമ്പിച്ച തോതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നത് പഠനങ്ങളുടെ സൂചനയാണ്. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ സഹകരണ ആശുപത്രികളിലുമൊക്കെ രോഗികളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ആരോഗ്യരംഗത്തെ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം എണ്ണങ്ങളെക്കുറിച്ചുള്ള പല പഠനങ്ങളും നാം കേൾക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 6 മാസത്തോളമായി കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യരംഗത്ത് മറ്റു രോഗങ്ങൾ കുറയാനുള്ള കാരണങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ഓരോ പൗരനും ആലോചിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അനൗപചാരികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ആശുപത്രികളിലെ ഹൃദ്രോഗ ചികിത്സയിലെ പ്രധാനപ്പെട്ട ബൈപ്പാസ് ഓപ്പറേഷൻ, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയവയിൽ ഗണ്യമായ കുറവുകൾ വന്നിട്ടുണ്ട്. സ്ട്രോക്ക് പേഷ്യൻ്റ് എന്നറിയപ്പെടുന്ന മസ്തിഷ്കാഘാതത്തിൽ വലിയ കുറവുകൾ വന്നിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോട് ബന്ധപ്പെട്ടുകൊണ്ട് റോഡപകടങ്ങളിലെ മരണങ്ങളും രോഗാതുരതയും കുറഞ്ഞിട്ടുണ്ട്. സാധാരണ മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളും, അത് വാട്ടർ ബോൺ ഡിസീസ് എന്നുള്ള കാറ്റഗറിയിൽ ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്ന വയറിളക്കം, ഛർദി തുടങ്ങിയ അസുഖങ്ങളാകട്ടെ, അതല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, ആസ്മ, COPD തുടങ്ങിയ ഗണങ്ങളാകട്ടെ, ഇത്തരം വയറിളക്കം തുടങ്ങിയ മറ്റസുഖങ്ങൾ, ഇത്തരം അസുഖങ്ങളിലൊക്കെ വലിയ കുറവുകൾ ഉണ്ടായത് എങ്ങനെയെന്ന് അതിശയത്തോടു കൂടി ആരോഗ്യരംഗം വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ്. പൊതുജനാരോഗ്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കൂ. കഴിഞ്ഞ ജനുവരിക്ക് മുമ്പ് കേരളത്തിലെ ആശുപത്രികളിലൊക്കെ വലിയ തിരക്കായിരുന്നു. വേണമെങ്കിൽ 1 വർഷം മുമ്പുള്ള കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലെ ആശുപത്രിയിലെ തിരക്കുകളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? എത്ര രോഗികളാണ്? പനി, ഛർദി, തലവേദന, വൈറൽ പനികളാകട്ടെ, അല്ലെങ്കിൽ വയറിളക്കം തുടങ്ങിയ ഒരുപാട് അസുഖങ്ങളുമായി സാധാരണ ചെറിയ OPയിൽ പോലും 100-200 ആളുകൾ വന്നിരുന്ന സീസണിൽ ഇപ്പോൾ രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഭാഗം രോഗികൾക്ക് ആശുപത്രിയിൽ വരാനുള്ള പേടിയും വലിയ ഗുരുതരമല്ലാത്ത ഗൗരവമല്ലാത്ത അസുഖങ്ങളെ അവർ വീട്ടിൽ നിന്ന് തന്നെ 2-3 ദിവസം ക്ഷമിച്ചും സഹിച്ചും നിൽക്കുമ്പോൾ ആ അസുഖത്തെ പോലെ തന്നെ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് വൈറൽ പനികളൊക്കെ മാറുന്നതാകാം ഒരു കാരണം. എന്നാൽ മറുഭാഗത്ത് ഈ ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, ഐസൊലേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ധാരണം, കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, സാനിറ്റൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യരംഗത്തെ വലിയ ഉന്നതിയിലേക്കാണ് നയിച്ചിട്ടുള്ളത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രധാനമായും
രോഗം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ഫാക്ടറികളിൽ നിന്നും ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം, നമ്മുടെ നഗരങ്ങളിൽ അർബനൈസേഷനോട് കൂടി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ അപകടകരമായ രൂപത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഏതാണ്ട് 80% വരുന്ന ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെയും എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ലോക്ക്ഡൗൺ ആയപ്പോൾ വ്യവസായശാലകളും ഫാക്ടറികളും മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളുമൊക്കെ അടച്ചപ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ, വായു മലിനീകരണത്തിൻ്റെ തോത് വളരെയേറെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ആസ്മ, വലിവ്, COPD എന്ന് പറയുന്ന അസുഖങ്ങൾ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എല്ലാം വല്ലാതെ കുറഞ്ഞു. ഇതൊരു ഭാഗം. രണ്ടാമത്, നമ്മൾ ഹോട്ടലുകൾ, തട്ടുകടകൾ, ഈ ഫാസ്റ്റ് ഫുഡ് കടകൾ എല്ലാം അടഞ്ഞു കിടന്നപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം കുറേ കൂടി ശുദ്ധമായ ഭക്ഷണങ്ങളായി. സാധാരണ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് രുചി കൂട്ടാനും കാഴ്ചയിൽ ഭംഗി തോന്നാൻ വേണ്ടി ചേർക്കുന്ന കളറുകളും അതേപോലെ ചേർക്കുന്ന ചില ഫുഡ് അഡൾട്ടറേഷന് വേണ്ടി നടത്തുന്ന കാര്യങ്ങളുമൊക്കെ വയറിളക്കം, ഛർദി, വയറുവേദന തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതെല്ലാം ഈ ലോക്ക്ഡൗണിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ കുറയുകയും ആളുകൾ അവരവരുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന വൃത്തിയുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. രുചി ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാം, പക്ഷേ എന്നാലും അവനവൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സ്വന്തം വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ വയറിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസുഖങ്ങൾ വളരെയേറെ കുറഞ്ഞതായി കാണുന്നു. ഇതേപോലെ തന്നെയാണ് നാം കൈ കഴുകുക എന്നുള്ള, കൊറോണയെ പേടിച്ചിട്ടാകാം എല്ലാവരും സോപ്പ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൈ കഴുകുന്നു, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് കൈ ശുദ്ധീകരിക്കുന്നു. അതുവഴി ഒരുപാട് അസുഖങ്ങൾ, റെസ്പിറേറ്ററി മാത്രമല്ല വയറിനോട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ കുറഞ്ഞു വരുന്നു. മാസ്ക് ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ആയ അസുഖങ്ങൾ, വൈറൽ ബാധകൾ, അതേപോലെ തന്നെ ബാക്ടീരിയൽ ഡിസീസസ് ഒക്കെ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, നമ്മുടെ പരിപാടികൾ കുറഞ്ഞു എന്നതുകൊണ്ട് ഒരുപാട് ആരോഗ്യപരമായ മെച്ചങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും അസുഖങ്ങൾ പകരുന്നത് കല്യാണ വീടുകളിൽ നിന്നാകാം, അതല്ലെങ്കിൽ പബ്ലിക്കായി നടത്തുന്ന പ്രോഗ്രാമുകളിൽ നിന്നാകാം, അല്ലെങ്കിൽ കൺവെൻഷനുകളിൽ നിന്നാകാം, മീറ്റിങ്ങുകളിൽ നിന്നാകാം, ഒക്കെ വരാം. അതെല്ലാം അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ അസുഖങ്ങളിൽ നിന്ന് ആളുകൾ പതുക്കെ രക്ഷപ്പെടാൻ തുടങ്ങി. പറഞ്ഞു വന്നത്, കൊറോണ കാലത്തുണ്ടായ നമ്മുടെ ജാഗ്രത, ഈ ജാഗ്രത ആരോഗ്യരംഗത്ത് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ സമയത്ത് നമ്മൾ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പകർച്ചവ്യാധികളിൽ വല്ലാതെ കുറഞ്ഞുപോയി. ഇത് കുറഞ്ഞത് കോവിഡ് രോഗത്തിൻ്റെ പകർച്ച മാത്രമല്ല, ഇതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് അപകടകരമായ അസുഖങ്ങളുണ്ടായിരുന്നു. എല്ലാ മഴക്കാല സീസണുകളിലും അല്ലെങ്കിൽ വേനൽക്കാലത്തിൻ്റെ അവസാനത്തിലൊക്കെ നമുക്കുണ്ടാകുന്ന ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസിൽസ്, റുബെല്ല തുടങ്ങിയ എലിപ്പനി തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ കാണാനേ ഇല്ല. കാരണം ആളുകൾ ശുചിത്വം ശീലിച്ചു കഴിഞ്ഞു. ആളുകളെ സംബന്ധിച്ചിടത്തോളം അസുഖം വരാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ ആളുകൾ എടുക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, അപരിചിതരുമായി ഇടപെടുമ്പോൾ, എവിടെയെങ്കിലും അനാവശ്യമായി തൊടുമ്പോഴൊക്കെ ഈ വൃത്തി ശീലിക്കാൻ തുടങ്ങി. പറഞ്ഞു വരുന്നത്, ഇപ്പോഴുണ്ടായ മാറ്റങ്ങൾ, പിന്നീട് കാർഡിയോവാസ്കുലർ ഡിസീസിനെ കുറിച്ച് ഉള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഹൃദ്രോഗം, ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം തുടങ്ങിയവ കുറയാനുള്ള പ്രധാനമായ ഒരു കാരണമായി പറയപ്പെടുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സോഷ്യൽ സ്ട്രെസ്സുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലിരിക്കുന്നു, ഉള്ള കഞ്ഞി കുടിച്ചുകൊണ്ട്, ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ കുടുംബവുമായി ഇഴകിച്ചേർന്ന് ജീവിക്കുന്നു. ഓഫീസുകളില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഫാക്ടറികളില്ലാത്തതുകൊണ്ട് നമ്മുടെ ജോലിയോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘർഷങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അപകടകാരികളായി ചിത്രീകരിക്കപ്പെടാവുന്ന പല വർക്ക് റിലേറ്റഡായ സ്ട്രെസ്സുകളും ഒഴിവായപ്പോൾ ആളുകളുടെ ഹൃദ്രോഗം കുറഞ്ഞു വരുന്നു എന്നുള്ളത് സന്തോഷകരം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാം ഈ കോവിഡ് കാലഘട്ടത്തിലുള്ള പരിശീലനം തുടർ ജീവിതത്തിലും നമുക്കുണ്ടാകാൻ സാധിക്കണം.
പലപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ കുട്ടികളടക്കം മാസ്ക് കെട്ടി വരുന്നത് സന്തോഷകരം തന്നെയാണ്. പലപ്പോഴും സ്കൂളുകൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ അംഗനവാടികൾ തുറക്കുമ്പോൾ നഴ്സറികൾ തുറക്കുമ്പോൾ ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ എല്ലാവർക്കും പകരുന്നു. അപ്പോൾ അത് അടച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടത് കൊണ്ട് അത് കുറഞ്ഞു. ഇനി അവിടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാസ്കുകളും ഹാൻഡ് ഹൈജീനൊക്കെ നിർബന്ധമാക്കാൻ പോകുന്ന ഒരു കാലയളവിൽ നമ്മളൊക്കെ കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളെ കണ്ടാൽ പൊതുജനാരോഗ്യ രംഗത്ത് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് കുറക്കാൻ കഴിയും. ഇൻഫെക്ഷൻ്റെ റേറ്റ്, അണുബാധയുടെ റേറ്റ് ഇന്ത്യയിലൊക്കെ വളരെ കൂടുതലാണ്. നിങ്ങൾ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ അതല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയാൽ ഇൻഫെക്ഷൻ കേസുകൾ കാണാൻ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഏതൊരാൾ ഒരു ക്ലിനിക്ക് തുടങ്ങിയാലും ആശുപത്രി തുടങ്ങിയാലും അവിടെയൊക്കെ പനിക്കാരുടെയും ജലദോഷത്തിൻ്റെയും വൈറൽ ഇൻഫെക്ഷൻ്റെയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെയും കളിയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ, അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഹോട്ടലുകളിലും ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളിലും തട്ടുകടകളിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിലൊക്കെ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്കുണ്ടെങ്കിൽ ഈ പൊതുജനാരോഗ്യ രംഗത്ത് ഇപ്പോഴുണ്ടായ ഒരു കോവിഡ് ക്രൈസിസിനെ നല്ല നിലക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പെരുന്നാളിനൊക്കെ നമ്മൾ ഇനിയൊരു പുതുവർഷത്തെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ്, ഹിജ്റ വർഷം ആരംഭിക്കാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെയാണ് ബലിപെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു തുടക്കമായി മാറണം. ഇപ്പോൾ ഗുണപരമായ ഒരുപാട് നല്ല ശീലങ്ങൾ നമ്മളൊക്കെയും പഠിച്ചിട്ടുണ്ട്. അനാവശ്യമായി കൂട്ടം കൂടാതിരിക്കുക, അതേപോലെ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്തുക, കുടുംബവുമായി പരമാവധി സമയം ചിലവഴിക്കുക, നമുക്ക് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുക, കൈകൾ വൃത്തിയാക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ. അതേപോലെ തന്നെ ഭക്ഷണങ്ങളിലൊക്കെ നല്ല കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല മാറ്റങ്ങൾ ഈ രംഗത്തുണ്ടാക്കാൻ കഴിയും. അതുതന്നെയാകണം ഇനിയുള്ള കാലം. ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് ഇതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ള ഒരു രാജ്യമായി നാം മാറരുത്, മറിച്ച് രോഗപ്രതിരോധ ശേഷി നേടിയ, രോഗത്തെ പ്രതിരോധിക്കാനും അതിനെ തടഞ്ഞു നിർത്താനും സാധിക്കുന്ന നല്ലൊരു ശക്തിയായി നമുക്ക് മാറേണ്ടതുണ്ട്. അതുതന്നെയാണ് ആരോഗ്യമേഖലയും ആഗ്രഹിക്കുന്നത്. ആളുകൾക്ക് അസുഖം കുറക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യരംഗത്തിൻ്റെ ആഗ്രഹവും ഇഷ്ടവും ഒന്നുകൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഈ കോവിഡ് മഹാമാരിയെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തടയാനാകും. അതിന് വാക്സിനുകൾ വരണം. അതുവരെ നമ്മൾ സ്വാഭാവികമായി ഉണ്ടാക്കേണ്ട ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് വാഷിംഗ് അടക്കമുള്ള ഹൈജീൻ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴെടുക്കുന്ന ഈ ശ്രദ്ധയും സൂക്ഷ്മതയും ഇനിയുള്ള കാലവും നമ്മൾ ശ്രദ്ധിച്ചാൽ പല മാരക രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് അറിയപ്പെടുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കൊളസ്ട്രോളിമിയ, ഹൈപ്പർ യൂറിസീമിയ തുടങ്ങിയ യൂറിക് ആസിഡൊക്കെ കൂടി, അതേപോലെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് ജനറലായി പറയുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയണം. അതിനുള്ള ചില ഗുണപരമായ പാഠങ്ങൾ കോവിഡ് നൽകുന്നുണ്ട്. ഈ പാഠങ്ങൾ ഒരു ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂ ഹെൽത്ത് ഓർഡർ ആയിക്കൊണ്ട്, ഒരു പുതിയ ആരോഗ്യക്രമമായിക്കൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിന് എല്ലാവരും പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر
الله أكبر ولله الحمد. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് മാനവരാശി മുന്നോട്ടുള്ള പ്രയാണം നടത്തുന്നത്. നാം ഏവർക്കും അറിയുന്നത് പോലെ COVID-19 എന്ന മഹാമാരി സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും നാം ഏവരെയും വല്ലാതെ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം, സുസജ്ജമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് എങ്ങനെ മുന്നേറണം എന്നുള്ളത് ഒരു ചിന്തനീയമായ ഒരു ഘട്ടത്തിലാണ് നാം ഏവരുമുള്ളത്. ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ COVID-19 എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ. ഏറ്റവും കോമൺ ആയിട്ട് നാം കാണുന്നത് പനി, ഒരു ഡ്രൈ കഫ്, ചെറിയ ചുമ, പിന്നെ ടയർഡ്നെസ്, പിന്നെ ശരീരത്തിലാകെ ഒരു ക്ഷീണം പോലുള്ള ഒരവസ്ഥ. അതുപോലെ ഇത് കൂടാതെയുള്ള സിംറ്റംസ് തൊണ്ടവേദന, സ്മെല്ലില്ലാത്തൊരവസ്ഥ, ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, അതുപോലെ ഡയറി ആയിട്ട് വരാം, ഒഴിച്ചിൽ, പിന്നെ കൺജക്റ്റിവൈറ്റിസ്, കണ്ണസുഖം. ഇങ്ങനെ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ അടുത്ത ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ എക്സ്റേ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതിലെന്തെങ്കിലും സയൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവർ കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ അയക്കും. അതുപോലെ എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ, മുന്നത്തെ കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളെ അവർ ഈ പറഞ്ഞ ടെസ്റ്റിന് വിധേയമാകും. ഇനി എന്താണ് ഈ പ്രൈമറി കോണ്ടാക്ട്? ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ 1 മീറ്റർ ഡിസ്റ്റൻസിൻ്റെ കുറവിൽ താഴെ നിന്നുള്ള ഒരു 15 മിനിറ്റ് നീണ്ട് നിൽക്കുന്ന ഒരു സംഭാഷണമോ ഇടപെടലോ, മാസ്ക് ഇല്ലാതെ രണ്ടാളും ഇടപെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഹൈ റിസ്ക് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഹൈ റിസ്ക് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് സാധാരണ ഈ പറഞ്ഞ കോണ്ടാക്റ്റ് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് വൈദ്യമേഖലയിലെ വിദഗ്ധർ പിന്നെ നമ്മളോട് അനുശാസിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം ടെസ്റ്റ് ഉണ്ട്. നമുക്ക് RT-PCR ടെസ്റ്റ് ഉണ്ട്. RT-PCR ടെസ്റ്റ് കുറച്ചുകൂടി നല്ല സെൻസിറ്റിവിറ്റി, സ്പെസിഫിറ്റി അഥവാ കുറച്ചുകൂടി ആധികാരികത കൂടുതലുള്ള ഒരു ടെസ്റ്റാണ്. അത് നമ്മൾ അധികം മൂക്കിലോ തൊണ്ടയിലോ ഉള്ള ശ്രമങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. രണ്ടാമത്തേത് ബ്ലഡ് ആൻറ്റിജൻ ടെസ്റ്റാണ്. അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ആ കിറ്റുകളിലൂടെ ബ്ലഡ് ആയിരിക്കും പരിശോധിക്കുക. പക്ഷേ കുറച്ചും കൂടി ആധികാരികത കുറവാണ്. അതിൽ പോസിറ്റീവ് ആയാലും ഒന്നും കൂടി RT-PCR ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവർ കേസായിട്ട് എടുക്കുകയുള്ളൂ. ഇനി അവരൊരു കേസായി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഒരുപാട് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് FLTC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പഞ്ചായത്തിന് അഥവാ മുനിസിപ്പാലിറ്റിക്ക് അഥവാ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനത്തെ കുറേ FLTCs സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ജില്ലാ കളക്ടർമാർക്കും പിന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരുപാട് FLTCs പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കോവിഡ് പോസിറ്റീവായ കേസസിനാണ് അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അവർക്ക് ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ പിന്നെ സിംറ്റംസ് ഇല്ലാതെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്.
ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യുക, സിംറ്റംസ് ഇല്ലാത്ത കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ സിംറ്റംസ് ഉള്ള കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഒരു മൈൽഡ് രീതിയിലുള്ള അവസ്ഥ, അധികം മൂർച്ഛിക്കാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നടപടി വന്നിട്ടുണ്ട്, അസിംറ്റമാറ്റിക്, സിംറ്റം ഇല്ലാത്ത പിന്നെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വീട്ടിലോട്ട് വിടാവുന്നതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കേരള സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് പിന്നെ അതിൻ്റെ ഒരു സർക്കുലർ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഈ രോഗിയുടെ അണ്ടർടേക്കിംഗ് വേണം, എന്തൊക്കെ കാര്യത്തിൽ വീട്ടിൽ വയസ്സായിട്ടുള്ള ആളുകളില്ല, അതുപോലെ തന്നെ അവിടെ അടങ്ങിയിരിക്കാൻ ഈ പറഞ്ഞ ഹോം ക്വാറന്റൈനിൽ ഇരിക്കാൻ പൂർണ്ണ ബാധ്യസ്ഥനാണെന്നും, പിന്നെ കോമോർബിഡിറ്റീസ് അഥവാ ഷുഗർ പ്രഷർ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള ആളുകൾ അവിടെ ഇല്ല എന്നുള്ള ഉറപ്പ് അണ്ടർടേക്കിംഗ് കൊടുത്താൽ മാത്രമേ അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇനി കോവിഡ് ഹോസ്പിറ്റൽസ്, മൂർച്ഛിച്ച അവസ്ഥയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കോവിഡ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം ഇതിൻ്റെ പെത്തോഫിസിയോളജി മുൻപ് നമ്മൾ മനസ്സിലാക്കിയ പോലെയല്ല. ഈ രോഗം ഉണ്ടാവുന്നത് ഒരു സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ പുറത്തു നിന്ന് ഒരു ഫോറിൻ വസ്തു നമ്മുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ അപ്പോൾ ശരീരം ഉണ്ടാക്കുന്ന ഒരു പ്രതിരോധമുണ്ട്. അത് മൂർച്ഛിച്ച ഒരു അവസ്ഥയിലേക്കാണ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത്. അതാണ് ഒരു കാരണം. രണ്ടാമത്തേത് കൊയാഗുലോപ്പത്തി അഥവാ പല ടൈപ്പ് ബ്ലോക്കുകൾ, അത് ഹൃദയത്തിലാവാം, നമ്മുടെ മസ്തിഷ്കത്തിലാവാം, അതുപോലെ കിഡ്നിയിലാവാം. ആ രീതിയിൽ നമ്മുടെ ഓർഗൻസിനെ ഡാമേജ് ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളെ നിർത്തലാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ രോഗത്തിൻ്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ICU സെറ്റപ്പ്, അതിൻ്റെ കൂടെ വെന്റിലേറ്ററുകളുടെ സഹായം വേണ്ടതുണ്ട്, ഓക്സിജൻ സപ്ലൈ റെഗുലറായിട്ട് വേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ നല്ല എക്സ്പേർട്സായ ചിലപ്പോൾ കാർഡിയോളജിസ്റ്റിൻ്റെ നെഫ്രോളജിസ്റ്റിനൊക്കെ സഹായം ആവശ്യം വരാം, അതത് ഓർഗൻസ് ബാധിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു വിദഗ്ധ ചികിത്സയാണ് കോവിഡ് ഹോസ്പിറ്റലിലൂടെ പിന്നെ നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും ജില്ലാ കളക്ടർമാർ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർ അവർ ഇതിന് അനുസരിച്ചുള്ള ഒരു റഫറൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പിന്നെ ഫെസിലിറ്റിയിൽ പോയ പിന്നെ ഒരു രോഗി എന്തൊക്കെ പാലിക്കണം, അവിടെ കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം പാലിക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ച് ഡോക്ടർമാർ അവർ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഒരു ഡോക്ടർ, നഴ്സ്, അതുപോലെ അനുബന്ധമായിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഒരു ടീം, അവരെ കാര്യങ്ങൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് അവിടെ ചെയ്യുന്നതാണ്. അവർ ഇങ്ങനെ സെൻറ്ററിൽ കയറുമ്പോൾ തന്നെ ഫുൾ PPE കിറ്റ് ഇട്ടിട്ടായിരിക്കും കയറുക. അതുപോലെ റെഗുലറായിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻ മെറ്റീരിയൽസ്, ഇപ്പോൾ സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഏതെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ക്ലീനിങ് നടക്കേണ്ടതുണ്ട്. അവിടെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് പിന്നെ അതിനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ ഡ്രസ്സ് പിന്നെ വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ അനുസരിച്ച് എന്ത് വരണോ പോകണോ, മിനിമം ആൾക്കാർ കയറുക പുറത്ത് പോകാമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. അത് കൃത്യമായി അവർ പാലിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തത് എന്താണ് വീട്ടിൽ ഉള്ള രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? നാം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഡിസ്ഇൻഫെക്ഷൻ വളരെ വൃത്തിയായിട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് രോഗി അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഇല്ല ആ റൂം അവർക്കായിട്ട് കൊടുത്തിട്ട് പുറത്ത് ഭക്ഷണം വെച്ചിട്ട് നമ്മൾ പോവുക, ഫോണിലൂടെ അവരോട് സംസാരിക്കുക, പിന്നെ നേരിലെ കോണ്ടാക്ട് വരാൻ പാടില്ല, പിന്നെ അവരുടെ ഡ്രസ്സും കാര്യമൊക്കെ അവർ തന്നെ അലക്കണം. ഒരു
അവർക്കായി പ്രത്യേകം കിറ്റുകൾ റെഡിയാക്കുക. ഹോസ്പിറ്റലിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ബക്കറ്റ്, സെപ്പറേറ്റ് പ്ലേറ്റ്, ഗ്ലാസ്, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഒരു മുഷിപ്പ് തോന്നാൻ പാടില്ല. അതുപോലെ മാനസികാരോഗ്യത്തിന് അവർക്ക് മൊബൈൽ ഫോണും ടി വിയും ഒക്കെ ഉള്ള രീതിയിൽ, അതുപോലെ പത്രങ്ങളും ബുക്കുകളും, അവർക്ക് ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാവാനുള്ള സാധ്യത പാടില്ല. കാരണം കുറേ ആളുകൾക്ക് നമുക്കറിയാം മാനസിക പ്രശ്നങ്ങൾ പുതുതായി ഡെവലപ്പ് ചെയ്യുന്ന, ഭീതി കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കണ്ടീഷൻസ് നാം പിന്നെ ലോകമെമ്പാടുമുള്ള ജേണലുകളിലും വാർത്തകളിലും ഒക്കെ നാം കണ്ടു. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ജാഗരൂകരാകേണ്ടതുണ്ട്. ഇനി എന്താണ് ഒരു അയൽവാസിൻ്റെ റോൾ? അയൽവാസി എന്ന് പറയുന്ന ആള് ആദ്യം മനസ്സിലാക്കുക എന്നാണ് എനിക്കും വരാം. അപ്പോൾ നമ്മൾ പ്രവാസികൾ വന്നപ്പോൾ തന്നെ പല ടൈപ്പ് വീഡിയോകൾ കണ്ടു. അതുവരെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് ജീവിച്ചു വന്ന ആളുകൾ വരെ ഒരു പ്രശ്നം വന്നപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞ് വീട്ടിൽ കയറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ തികച്ചും മാനുഷിക വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് കാര്യം നാം കേരള സമൂഹം ദർശിക്കാൻ ഇടയായി. അത് വളരെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ. കാരണം കേരളത്തെ പോലെ ഉള്ള ഒരു ഉത്തമ സമൂഹം എന്ന് ലോകം വിശ്വസിക്കുന്ന, കേരള മോഡൽ എന്നൊക്കെ നമ്മൾ കുട്ടിഘോഷിക്കുന്ന പല ഇൻഡിക്കേറ്റേഴ്സും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ തന്നെ എങ്ങനെയാണെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളോ ലോകത്തെ രാജ്യങ്ങളുടെ കാര്യങ്ങളുള്ള അരാജകാവസ്ഥ സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയും വ്യക്തമായിട്ടുള്ള ഒരു സപ്പോർട്ടും സ്റ്റിഗ്മ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ബോധവൽക്കരണമൊക്കെ ഇനിയും നടക്കേണ്ടതുണ്ട്. അതിൽ നാം ഊന്നൽ നൽകുക തന്നെ ചെയ്യണം. അപ്പോൾ അയൽവാസികൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഭക്ഷണം കറക്റ്റായിട്ട് അവർക്ക് എത്തുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും സന്നദ്ധ സംഘടനകൾ മുഖേനയുമൊക്കെ ബന്ധപ്പെട്ടിട്ട് നാം അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇനി സന്നദ്ധ സംഘടനകളുടെ റോൾ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് തന്നെയാണ്. എന്തായാലും അവിടെ ഓരോ വാർഡ് തലത്തിൽ അവിടുത്തെ ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഉണ്ടാവും. അവരെ കൂടെ ഒരു സ്പോട്ട് മാപ്പൊക്കെ ഉണ്ടാക്കി എവിടെയാണ് ആളുകൾ, അവർക്ക് എല്ലാ റിസോഴ്സസും അവിടെ ഉണ്ടോ, പുറത്തുനിന്നുള്ള എന്തെങ്കിലും സപ്പോർട്ട് വേണോ എന്നില്ല, അല്ലെങ്കിൽ ഇനി വീട്ടിൽ ക്വാറന്റൈൻ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു FLTC കൊടുക്കാൻ പറ്റുമോ? അതേപോലെ ആരോഗ്യ പ്രവർത്തകരാണ് നാം ഈ ഒരു അവസ്ഥയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഭാഗം. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറ്റുന്നില്ല, നീ ഇവിടെ വന്നിട്ട് രോഗം പരത്താൻ വരുന്ന ഒരാളാണോ എന്നില്ല തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല ആരോഗ്യ പ്രവർത്തകരെയും വളരെ ബുദ്ധിമുട്ടിൽ ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത നാം കണ്ടുവരുന്നു. ഇതെല്ലാം വളരെ നിർഭാഗ്യകരമാണ്. കാരണം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ UK, US, ഇറ്റലി പോലെയൊക്കെ ഒരു വലിയൊരു തരംഗം ആഞ്ഞു വീശുകയാണെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകരെ നിങ്ങളുടെ സഹായത്തിനുണ്ടാവുള്ളൂ. ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അവർക്ക് ഒരു മാനുഷിക പരിഗണന മാത്രം കൊടുത്താൽ മതി. ആരും പുകഴ്ത്തിയിട്ടില്ലെങ്കിലും ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ ഈ അവസ്ഥയിൽ തളർത്തുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അത് ഡോക്ടർമാർ മാത്രമല്ല, അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ, അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു സപ്പോർട്ട് നാം നൽകേണ്ടതുണ്ട്. അതിൽ പിറകോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നാം അതിന് ദുഃഖിക്കേണ്ടി തന്നെ വരും. പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പം ഇത് കാരണമുള്ള രോഗങ്ങൾ, നോൺ കോവിഡ് രോഗങ്ങൾ വളരെ കുറഞ്ഞു പോയോ? ആളുകൾക്ക് ഇപ്പോൾ ആശുപത്രിയിൽ പോകണ്ട. ഇതിൽ ഒരുപാട് ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. നമുക്കറിയാം, ഇന്നിപ്പം പണ്ടത്തെ മാതിരി വലിയ ആഘോഷങ്ങളോ ഗ്യാതറിങ്സോ ഒന്നുമില്ല. അപ്പം ഈ ഗ്യാതറിങ്സ് കുറയുന്ന സമയത്ത് തന്നെ, സാമൂഹ്യ ഇടപെടലുകൾ കുറയുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഥവാ സാംക്രമിക രോഗങ്ങളുടെ തോത് കുറയും. യാതൊരു സംശയമില്ല. കല്യാണമില്ല, മരണമില്ല. അപ്പം ഈ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് അത്ര നടക്കുന്നില്ല. അതുപോലെ തന്നെ ആദ്യമായിട്ടായിരിക്കും ഫാമിലി ഒന്നിച്ചിട്ട് വലിയൊരു റാറ്റ് റേസ്, നമുക്കറിയാലോ, ഒരു ഓട്ടമാണ് ഇതുവരെ കാരണം നമ്മൾ ആ രീതിയിലാണ് ഇപ്പം കുറച്ചു കാലമായിട്ട് നമ്മുടെ ഒരു കുടുംബത്തിന് സെറ്റ് ചെയ്തിട്ടില്ല. ഭാര്യയും ഭർത്താവ് ഓടുകയാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കും
അനാവശ്യങ്ങൾക്കൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള സമയം അവർ കൊടുക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, സമ്മർദ്ദങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതേമാതിരി എയർ പൊല്യൂഷൻ ഈ ഒരു സമയത്ത് ഏറ്റവും കുറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മലിനീകരണങ്ങളും പിന്നെ മറ്റുള്ള ഡിസീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പിന്നെ ഘടകങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മളൊരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കമ്മ്യൂണിറ്റി ആണ്. നമ്മൾ രോഗം വരുന്നുണ്ടോ എന്നുള്ള ഒരു പ്രൊമോഷനും പ്രിവെൻഷനും ഒക്കെ വളരെ പിന്നെ ഊന്നൽ നൽകുന്ന ഒരു വിഭാഗം ഉത്തമ സമൂഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹെൽത്ത് സീക്കിംഗ് നമ്മൾ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. പിന്നെ ഒരു വാക്സിൻ അല്ലെങ്കിൽ മരുന്ന്, ഇപ്പം HIV പോലുള്ള രോഗങ്ങൾക്കൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. നാം മനസ്സിലാക്കേണ്ടത് ഈ മോഡേൺ ഹെൽത്ത് സയൻസ് എന്ന് പറയുന്നത് മോഡേൺ സയൻസിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ അതിനൊരു വ്യവസ്ഥാപിത കാര്യമുണ്ട്. ഇപ്പോൾ നാം ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, നമുക്കറിയാം അടുത്ത കൊല്ലം അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആകുന്നു. അപ്പോൾ അത് പറഞ്ഞ പോലെ ഇനീഷ്യൽ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളിലേറെ മികവുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇതൊക്കെ മാറി മറിയുക തന്നെ ചെയ്യും. അതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പം ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ ഇവിടെ സ്ക്രീൻ വരുന്ന ഒരു പിന്നെ കാലം ഉണ്ടാവാം എന്ന് പ്രത്യാശിക്കാൻ നമുക്ക് പറ്റുള്ളൂ. വ്യവസ്ഥാപിതമായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം മാനവരാശിക്ക് അതും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് പോയി ഇങ്ങനെ ഞാൻ ഒന്നിൻ്റെ കൈകൾ ചലിക്കുമ്പോൾ തന്നെ ഇവിടെ കൊറോണൻ്റെ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ബാക്കിൽ പ്രിവ്യൂസ് ഒക്കെ ബാക്കിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലം ചിലപ്പോൾ വരാം. അത് വരുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പറഞ്ഞ പോലെയാണ് ഒരു വാക്സിൻ അല്ലെങ്കിൽ ഡ്രഗ് വരണമെങ്കിൽ ഏകദേശം 7 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ ലാബ് പരിശോധനകൾ നടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൃഗങ്ങളിൽ ഈ പറഞ്ഞ മരുന്നോ വാക്സിനോ പരീക്ഷിക്കും. പിന്നെ phase 0, phase 1, phase 2, phase 3 ഈ 3 ഫേസുകളിൽ നാം ഒരു പിന്നെ മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ്റെ എത്ര ഡോസ് വേണം, അതിന് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിലെ ബയോ അവൈലബിലിറ്റി എത്ര മാത്രം ഉണ്ട്, എത്ര സെൽസ് എടുക്കും, അതിന് ഫാർമക്കോ കൈനറ്റിക്സ് അതുപോലുള്ള ഫാർമക്കോളജിയുടെ സബ് സ്പെഷ്യാലിറ്റീസിലുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ അതിന് ഇതനുസരിച്ചിട്ടാണ് ഒരു വാക്സിൻ പുറത്തിറക്കണമെന്നില്ല ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ബോഡി അവർ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് വാക്സിൻ ഇറങ്ങും. അത് അല്ലെങ്കിൽ ഒരു മരുന്ന് ഇറക്കാൻ കഴിയും. അതിനുശേഷം phase 4 എന്ന് പറയുന്ന പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്ന ഫേസാണ്. അപ്പം ഫാർമക്കോ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും റിയാക്ഷനോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തി ഇപ്പോൾ നമ്മൾ ഒരു ജില്ലയിലെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സമാനമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെ അറിയിക്കേണ്ടതാണ്. അവിടുന്ന് അത് സ്റ്റേറ്റ് ഓഫീസിലോട്ട് പോകും. സ്റ്റേറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ്റെ അല്ലെങ്കിൽ ഫാർമക്കോ വിജിലൻസിൻ്റെ ലിസ്റ്റിൽ വരും. അവിടുന്ന് സ്വീഡനിലെ ഉപ്സല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അത് ക്രോഡീകരിക്കപ്പെടും. അപ്പോൾ ലോകമെമ്പാടുമുള്ള റിയാക്ഷൻസ് ഒക്കെ ഫാർമക്കോ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് ക്രോഡീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായിട്ട് വളരെ ആധുനികമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പം ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കതിന് പ്രത്യാശിക്കാം, ഇനിയും നല്ല മരുന്നുകൾ വരുമെന്ന് പ്രത്യാശിക്കാം. HIV-ക്കും തന്നെ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളുണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ മരണനിരക്ക് കുറക്കാൻ തന്നെ അവൾ സഹായിച്ചിട്ടുണ്ട്, ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആൻറ്റിഡോട്ട് പോലെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പനി വരുന്ന പോലെ പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെ കഴിച്ചപ്പോൾ തന്നെ ശമനം കിട്ടും എന്ന് പറയുന്ന ആൻറ്റിഡോട്ടുകൾ നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സിന് സ്കോപ്പ് ഉണ്ട്. നമ്മളത് ഒരുപാട് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി പ്രത്യാശിക്കാം. പിന്നെ വലിയ പെരുന്നാൾ വരികയാണ്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.